പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത്. വിസ്തൃത ലോക വിധാനത്തിൽ എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. മണ്ണും മനുഷ്യനും എന്ന ചെറുകഥ, ബത്തേരിക്കടുത്ത മലങ്കരയിൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ആദ്യ പാഠഭാഗം ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും ആണ്. മലിനീകരണ മുക്തമായ ശുദ്ധവും ഹരിതാപവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു. പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ APJ അബ്ദുൽ കലാം. വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം? പ്രഭാഷണ ഭാഗത്തെ മുൻനിർത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. APJ അബ്ദുൽ കലാമിൻ്റെ പ്രഭാഷണത്തിനുള്ള ഒരു ഭാഗമാണ് പ്രവേശക പ്രവർത്തനമായി തന്നിരിക്കുന്നത്. മലിനീകരണ മുക്തവും ശുദ്ധവും ഹരിതാപവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ, ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കെടുത്താതെ ഇന്നത്തെ വികസനം മുന്നോട്ട് കൊണ്ടുപോകണം. APJ അബ്ദുൽ കലാം പ്രചോദനാത്മക പ്രഭാഷണങ്ങളിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പ്രകൃതി സൗഹൃദമായി പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഭാവി തലമുറയ്ക്ക് നാം നൽകേണ്ട വലിയ സമ്മാനം ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധഭൂമിയും എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെ സമതുലിതാവസ്ഥ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ്. ശാസ്ത്രീയമായ ചിന്ത, ഉത്തരവാദിത്തമുള്ള പ്രവൃത്തികൾ, കൂട്ടായ്മയുള്ള പ്രവർത്തനം ഇവയെല്ലാം ചേർന്നാൽ മാത്രമേ ഹരിതാപമായ ഭാവി സൃഷ്ടിക്കാനാവൂ. ചുരുക്കത്തിൽ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഭാവി തലമുറയെ കൂടി പരിഗണിക്കുന്ന സുസ്ഥിരമായ ഒരു വളർച്ചാ മാതൃകയാണ് വികസനത്തെക്കുറിച്ചുള്ള ശരിയായ ശാസ്ത്രീയ കാഴ്ചപ്പാട്. സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം പാരിസ്ഥിതികമായ ഉത്തരവാദിത്തങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം ഉറപ്പുവരുത്തിയാൽ അത് സുസ്ഥിര വികസനമായി. മണ്ണും മനുഷ്യനും, ടി പത്മനാഭൻ്റെ ചെറുകഥ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ മാറ്റങ്ങളെയും പ്രകൃതിയെ അവഗണിക്കുന്ന പുതിയ തലമുറയുടെ മനോഭാവത്തെയും വരച്ചു കാട്ടുന്ന ചെറുകഥയാണ് ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും. മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനാണ് ടി പത്മനാഭൻ. തിണക്കൽ പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കഥാസാഹിത്യത്തിൻ്റെ അനന്ത സാധ്യതകൾ മലയാള വായനക്കാരെ ബോധ്യപ്പെടുത്തിയ കഥാകൃത്താണ് അദ്ദേഹം. കവിതയുടെ വരമ്പത്തുകൂടി സഞ്ചരിക്കുന്നവ എന്ന ഇദ്ദേഹത്തിൻ്റെ കഥകളെ വിശേഷിപ്പിക്കാറുണ്ട്. ആഖ്യാനത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കുന്ന കഥാകൃത്താണ് ഇദ്ദേഹം. ഉദാത്തമായ ലാളിത്യം ഇദ്ദേഹത്തിൻ്റെ കഥകളെ ശ്രദ്ധേയമാക്കുന്നു. ലളിത കൽപ്പനകളിലൂടെയും അനവധ്യ സുന്ദരമായ ചമൽക്കാരങ്ങളിലൂടെയും കഥയെഴുത്തിൽ തനതായ പാതയും നവഭാവുകത്വവും അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. സത്യം, സ്നേഹം, ദയ, സഹാനുഭൂതി, ത്യാഗം, സമത്വം, മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ഉണർത്തുന്നവയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളും. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, എൻ്റെ ആദ്യത്തെ കഥകൾ, ടി പത്മനാഭൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ, ഭഗത് സിംഗിൻ്റെ മരണം, ഒരു കഥാകൃത്ത് കുരിശിൽ, സാക്ഷി, കാലഭൈരവൻ, മറയാൻ പോകുന്ന സൂര്യൻ, വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു. പതിവുപോലെ എൻ്റെ മടിയിൽ പഴയൊരു കവിതാ പുസ്തകമുണ്ടായിരുന്നുവെങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ശീലത്തിന് അതെടുത്ത് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വായിച്ച് എല്ലാം മനഃപ്പാഠമായിരുന്നു. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. കഥാകാരൻ തന്നെയാണ് കഥയിലെ പ്രധാന കഥാപാത്രം. കഥാനായകൻ കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പ്രകൃതി സുന്ദരമായ സ്ഥലം വാങ്ങി ഒരു ചെറിയ വീട് വെച്ച് അവിടെ താമസിക്കുകയാണ്. നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നും തന്നെ ഇല്ലാത്ത സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം വീട് വെച്ചത്. തുടർന്ന് നിരവധി ആളുകൾ അവിടെ സ്ഥലം വാങ്ങുകയും വലിയ മണിമാളികൾ കെട്ടുകയും ചെയ്തു. അദ്ദേഹത്തെ ആകർഷിച്ചത് എന്നാൽ തൊട്ടടുത്തുള്ള ഒരു പുതിയ വീടായിരുന്നു. അതൊരു വീടായിരുന്നില്ല, വലിയ ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു. അതിനെ വീടെന്ന് പറയാൻ സാധിക്കില്ല, ഒരു ബംഗ്ലാവായിരുന്നു, അല്ലെങ്കിൽ അതിനെ കൊട്ടാരം എന്നേ വിളിക്കാവൂ.
എന്തിനാണ് ആളുകൾ ഇത്രയും വലിയ വീട് പണിയുന്നത്? അദ്ദേഹം ചിന്തിക്കുകയാണ്. ആളുകൾക്ക് എന്തിനാണ് ഇത്രയും വലിയ വീട്? വീട് വെക്കുന്ന ആളെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും അറിയാമായിരുന്നില്ല. വലിയൊരു പണക്കാരൻ ഗൾഫ് മലയാളിയുടെ വീടാണ്. ധാരാളം കാശുണ്ടായിരുന്നു. നിരവധി രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി. മക്കൾ രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ അമേരിക്കയിലാണ്. ഇത്രയും വലിയ വീടുണ്ടാക്കിയിട്ട് വല്ലപ്പോഴും മാത്രമാണ് കെ.യു. നായർ അങ്ങോട്ട് താമസിക്കാൻ വരുന്നത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതു കൊടുത്തതുപോലെ കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് വീടിന്റെ പണി പൂർത്തിയായത്. ഭൂതത്തിന് ഒരു രാവ് മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു എന്ന് മാത്രം. ഭൂതങ്ങൾക്ക് പകരം എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, ജോലിക്കാർ, യന്ത്രങ്ങൾ, എന്തൊരു ഘോഷമായിരുന്നു. എന്നിട്ട് ഇങ്ങനൊരു വീട് ഇവിടെ എടുത്തിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം അവിടെ താമസിക്കുന്നത്? 1-2 ആഴ്ചകൾ മാത്രം. അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ വന്ന് താമസിക്കുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. വീട് നോക്കാനായി ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു. വീടിരിക്കുന്ന ആ പറമ്പിൽ ധാരാളം മരങ്ങളും ചെടികളുമെല്ലാം ഉണ്ടായിരുന്നു. വീട് വെക്കാനായി ധാരാളം മരങ്ങൾ മുറിച്ചു. നമ്മുടെ കഥാനായകനാകട്ടെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാത്ത ചങ്ങാതിമാർ കൊടുത്ത ബാ പട്ല അരി ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. സ്വന്തമായി ആഹാരം പാചകം ചെയ്ത് കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരു അലട്ടലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുഖനിദ്ര, ചത്ത പോലെ ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അദ്ദേഹം ജൈവവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സുഖമായി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നു. പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്ന ഒരു കഥാപാത്രമായിരുന്നു കഥാനായകൻ. ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി യാതൊരുവിധ അസ്വസ്ഥതകളോ ചിന്തകളോ ഇല്ലാതെ വളരെ ഗാഢമായും ശാന്തമായും ഉറങ്ങി എന്ന സവിശേഷ അർത്ഥമാണ് ഈ സന്ദർഭത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. ലളിതമായ ഭക്ഷണം കഴിച്ച് മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിച്ച ഉറക്കം തികച്ചും സ്വസ്ഥവും ആഴത്തിലുള്ളതുമായി തീരുന്നത്. ചത്ത പോലെ എന്ന പ്രയോഗം ഇവിടെ മരണത്തെയല്ല, മറിച്ച് ലോകത്തെക്കുറിച്ചോ ചുറ്റുമുള്ളതിനെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഉറക്കമുഴന്ന് രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ അദ്ദേഹം ഗേറ്റിനരികെ തൻ്റെ അയൽക്കാരൻ നിൽക്കുന്ന കാഴ്ച കണ്ടു. കെ.യു. നായർ അദ്ദേഹത്തെ നോക്കി ചിരിക്കുകയും കുശലം പാവുകയും ചെയ്തുവെങ്കിലും സത്യത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത്. അദ്ദേഹം ആകെ മാറിയിരിക്കുന്നു. പഴയ ആളെ ആയിരുന്നില്ല. പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറി ഒരു പ്രേതത്തെ പോലെ. ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആളായിരുന്നില്ല അദ്ദേഹം. ഈ ബംഗ്ലാവ് കെട്ടുമ്പോഴും ഈ അടുത്ത കാലം വരെ തന്നെയും എന്തുമാത്രം ഊർജ്ജസ്വലനായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറിയിരിക്കുന്നത്. ആരുമായി അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. കഥാകൃത്തിനോട് ഒരു സൗഹൃദ ഭാവമായിരുന്നു കെ.യു. നായർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ചില കാര്യങ്ങൾ കഥാകൃത്തിന് അദ്ദേഹത്തോട് പറയാൻ സാധിച്ചത്. അദ്ദേഹത്തിന് ഇഷ്ടമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ സംസാരിച്ചതും. മുറ്റം നിറയെ വിവിധ നിറങ്ങളിലുള്ള ടൈൽസ് പാകി മോടിക്കൂട്ടിയ അയാൾ പിന്നീട് ടൈൽസ് ഇളക്കി മാറ്റി മാർബിൾ പാകി അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. വീട്ടിൽ വരുന്നവർക്കൊരിക്കലും മണ്ണിലോ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാവരുത്. ബംഗ്ലാവിൻ്റെ പുറകിലെ കൂറ്റൻ മരങ്ങളെല്ലാം മുറിച്ചു നീക്കി. അതുകൂടി കണ്ടപ്പോൾ കഥാകൃത്ത് സങ്കടപ്പെടുന്നുണ്ട്. മുഷിയരുത്, പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം. നിങ്ങൾ ലോകം കണ്ട ആളാണ്, വിവരമുള്ള ആളുമാണ്. അദ്ദേഹം ചോദിച്ചു, എന്തേ? ഞാൻ പറഞ്ഞു, ഈ മരങ്ങൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടു പരത്തി. വേണ്ട വേണ്ട. പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല. മരങ്ങളെല്ലാം അനാവശ്യമാണെന്നും ഇരുട്ട് പരത്തുന്ന പരിസരം വൃത്തികേടാക്കുന്നവയാണെന്നും കെ.യു. നായർ ചിന്തിച്ചിരുന്നു. എപ്പോഴും കാറ്റും വെളിച്ചവും വൃത്തിയും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു കെ.യു. നായർ. പിന്നീട് അയാൾ വീടിൻ്റെ സമീപമുണ്ടായിരുന്ന പൊൻചെമ്പകം ഒരു ശിഖരം മാത്രം നിർത്തി ബാക്കിയെല്ലാം മുറിച്ചിട്ടു. ആ ചെമ്പക മരത്തിൻ്റെ മതിപ്പിക്കുന്ന മണം കഥാകൃത്ത് പല നാളുകളിൽ ആസ്വദിച്ചിട്ടുണ്ട്. സ്വർണ്ണ നിറമുള്ള പൂക്കൾ എത്ര സുന്ദരമായിരുന്നു. ആ ചെമ്പക മരത്തിൻ്റെ ഈ അവസ്ഥ കഥാകൃത്തിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ആ വേദന അറിയിച്ചപ്പോൾ കെ.യു. നായർ നിരസത്തോടെ ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ആ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കഥാകൃത്ത് അപ്പോൾ
എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അപ്പോൾ ചോദിച്ചുപോയി. ഒരു രാക്ഷസനാണോ കെ.യു. നായർ എന്ന് പോലും കഥാകൃത്ത് ചിന്തിക്കുന്നുണ്ട്. വീട് വെച്ച ആദ്യ നാളുകളിൽ കെ.യു. നായർ കഥാകൃത്തിന്റെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. വീട്ടിലെ പുസ്തകങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. നിങ്ങളൊരു പുസ്തക പ്രിയനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ മതിലിനരികിൽ ഒരു കസാല ഇട്ട് പടിഞ്ഞാറോട്ട് നോക്കി ഇരിക്കാറുണ്ടല്ലോ. മടിയിലൊരു പുസ്തകവും ഉണ്ടാകും. എന്താണ് ഇത്ര ശ്രദ്ധിച്ച് പടിഞ്ഞാറോട്ട് തന്നെ നോക്കി? അപ്പോൾ കഥാകൃത്ത് പറയുന്നുണ്ട്, ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മരങ്ങളെയോ? മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തു പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക? പിന്നീട് കെയർടേക്കർ കഥാകൃത്തിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് സാറിനെ ഒന്ന് കാണണമെന്നുണ്ട്, എപ്പോഴാണ് സൗകര്യപ്പെടുക എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കഥാകൃത്ത് അങ്ങോട്ട് ചെല്ലുന്നു. ക്ഷീണിതനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിടുത്തത്തിന് നല്ല ബലമുണ്ടായിരുന്നു. അല്പനേരം മൗനമായിരുന്നതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടോ നോക്കി പതുക്കെ പറയാൻ തുടങ്ങി. കുറെ നാളുകളായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. ഇല്ലെങ്കിൽ അവളോട് പറയാമായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ ഇവിടെ ആരുമില്ല. ആളുകളുമായി അടുത്തിടപെടുന്ന ഒരു സ്വഭാവക്കാരനുമല്ല ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വിശ്വാസം തോന്നിയിരുന്നു. എന്നിട്ടും നിങ്ങളുമായും വളരെയൊന്നും അടുത്തിടപെട്ടിട്ടില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ. വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവനാണ് ഞാൻ. വിദ്യാഭ്യാസവും കുറവാണ്. എങ്കിലും കഠിന അധ്വാനത്താൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി. കുറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. ഒന്നിലധികം രാജ്യങ്ങളിൽ എനിക്ക് സ്വന്തമായി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എല്ലായ്പ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നു. എനിക്ക് കിട്ടാൻ കഴിയാത്ത വിദ്യാഭ്യാസം എൻ്റെ 2 മക്കൾക്കും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മിടുക്കരായ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചത്. എനിക്ക് വേറെ വീടുകളും ഇവിടെയുണ്ട്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ വീടാണ്. വയസ്സായാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഇവിടെ വന്ന് എൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും കൂടെ സന്തോഷത്തോടെ കാര്യമായ ഒരു ജോലിയും ചെയ്യാതെ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം. എൻ്റെ സ്വപ്നവും ഇതായിരുന്നു. ഞാൻ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരുവനായിരുന്നില്ല. ജീവിതത്തിൽ എനിക്ക് മോഹങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. മോഹങ്ങൾ മാത്രം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിർത്തി. എങ്ങലടിക്കാൻ തുടങ്ങി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അല്പനേരത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം തുടർന്നു. ഇപ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞങ്ങൾക്കിനി അങ്ങോട്ട് മടങ്ങേണ്ടുന്ന ഉദ്ദേശമില്ല. ഇവിടെ നല്ല ജോലിക്കുള്ള സാധ്യതയുണ്ട്. അച്ഛനിനി. അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. എനിക്ക് അത്ഭുതം തോന്നി. എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ കഥാകൃത്ത് നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കെ.യു. നായരുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിയ ഒരു കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. രാവിലത്തെ പതിവ് നടത്തം കഴിഞ്ഞ് കഥാകൃത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച ബംഗ്ലാവിന്റെ ഗേറ്റ് മലക്കെ തുറന്നിട്ടിരിക്കുന്നു. സാധാരണയായി എപ്പോഴും അത് അടച്ചിടുകയാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ അവിടെ സംശയിച്ചു നിന്നപ്പോൾ കെയർടേക്കർ വന്നു. അയാളുടെ മുഖത്ത് പതിവില്ലാത്ത പരിഭ്രമം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തേ? രാത്രി അദ്ദേഹം പോയി. പെട്ടെന്നെടുത്ത തീരുമാനമെന്നാണ് തോന്നുന്നത്. എങ്ങോട്ടേക്കാണെന്നോ ഇനി എപ്പോഴാണ് വരികയെന്നോ ഒന്നും പറഞ്ഞില്ല. സാധാരണയായി. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും അറിയാമോ? ഒന്നും പറയാൻ കഴിയാതെ ഞാൻ നിന്നു. എനിക്കും ഒന്നും അറിയുകയില്ലല്ലോ. വളരെ ആഗ്രഹത്തോടു കൂടെ തൻ്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച കെ.യു. നായർക്ക് താൻ ആഗ്രഹിച്ചത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ എങ്ങോട്ടാണെന്ന് പോകുന്നതെന്നോ എപ്പോഴാണോ മടങ്ങുന്നതെന്നോ വീട് സൂക്ഷിപ്പുകാരോട് പോലും പറയാതെയാണ് ആ വീട് വിട്ട് ഇറങ്ങുന്നത്. അവസാന കാലം മക്കളോടും ബന്ധുക്കളോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. മണ്ണും മനുഷ്യനും എന്ന കഥാശീർഷകം തന്നെ ഈ കഥയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്നാണ്. മണ്ണിനോട് ബന്ധമില്ലാതെ മനുഷ്യന് മണ്ണിൽ ജീവിക്കാനാവുകയില്ല. പണത്തിൻ്റെ പ്രൗഢിയോ കൊട്ടാര സദൃശമായ വീടുകളോ ഉണ്ടായിട്ടും മനസ്സമാധാനത്തോട് ഒരു നിമിഷം പോലും നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് കെ.യു. നായർ എന്ന കഥാപാത്രം. മരങ്ങളെയും ചെടികളെയും ശത്രുവായി കണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. മണ്ണിനെ സ്നേഹിക്കാത്ത, മണ്ണിൽ ഇട്ടാത്ത,
കാലിൽ മണ്ണു പറ്റുന്നത് വലിയ കുറവായി കാണുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് KU നായർ. പുത്തൻ വികസന സങ്കല്പത്തിൻ്റെ പ്രതീകമായിട്ടാണ് കഥയിൽ അദ്ദേഹം വരുന്നത്. പ്രകൃതി സൗന്ദര്യത്തെ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൃത്രിമമായ സൗന്ദര്യമാണ് അയാൾ ആഗ്രഹിച്ചത്. സകലതിനോടും പുച്ഛമായിരുന്നു, പൊങ്ങച്ചം ഇതെല്ലാം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പ്രകൃതി കൊടുത്ത പാഠമാണ് കഥയുടെ അവസാനത്തിൽ നാം കാണുന്നത്. എന്നാൽ ഈ കഥയിലെ കഥാകൃത്താകട്ടെ തികച്ചും പ്രകൃതി സ്നേഹിയും മാനവികതയുടെ വക്താവുമാണ്. മണ്ണിൽ കാലുറപ്പിക്കാത്ത ഒരു ജീവിതത്തിനും ഭൂമിയിൽ നിലനിൽക്കാനാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കഥാപാത്രമാണ് കഥാകൃത്ത്. മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല എന്നാണ് കഥാകൃത്തിൻ്റെ തത്വശാസ്ത്രം. കഥാകൃത്ത് ലളിതമായ തൻ്റെ ജീവിതത്തിലൂടെ യഥാർത്ഥ സമാധാനവും സന്തോഷവും കണ്ടെത്തുകയാണ്. പ്രകൃതിയിൽ നിന്നും മണ്ണിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യൻ ആത്യന്തികമായി തന്നിൽ നിന്ന് തന്നെയാണ് അകന്നു പോകുന്നത്. മരവും മണ്ണും മനുഷ്യനും മറ്റനേകം ചരാചരങ്ങളും കൈകോർത്ത് നിൽക്കുന്ന വിസ്മയമാണ് പ്രകൃതി. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആശംസ ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വർത്തമാന കാലത്ത് ഇതിനെല്ലാം വിപരീതമായിട്ടാണ് നാം ജീവിക്കുന്നത്. ലോകത്തിൻ്റെ അധികാരികൾ താൻ മാത്രമാണെന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ഇല്ലെങ്കിൽ താൻ ഇല്ലെന്ന പരമമായ സത്യം ഇനി നാം എന്നാണ് തിരിച്ചറിയുന്നത്? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.